ചെയ്യുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ജനനം നമ്മെ അറിയിക്കുന്ന ക്രിസ്തുമസ് വീണ്ടും ആഗതമായിരിക്കുകയാണ്. ക്രിസ്തുമസിൻ്റെ പ്രധാനപ്പെട്ടതായ സന്ദേശം ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും പരിമിതീകരണത്തിൻ്റെയുമാണ്. സാധാരണ മനുഷ്യരെ പോലെയുള്ള ഒരു ജനനമല്ല യേശുക്രിസ്തുവിന് ലഭിച്ചത്. സാധാരണ ആളുകളെ പോലെയുള്ള ഒരു സ്വീകരണമല്ല യേശുവിൻ്റെ ജനനത്തിന് ലഭിച്ചത്. സാധാരണയുള്ളതായ ജനനത്തിൻ്റെ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും വളരെ പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജനനമാണ് വന്നത്. ഈ മൂന്ന് കാര്യങ്ങളും യേശുവിൻ്റെ ജനനത്തിൽ മാത്രമല്ല, അത് ജനനം മുതൽ തൻ്റെ മരണം വരെയും ഉയർത്തെഴുന്നേൽപ്പ് വരെയും അത് തുടർന്നു എന്നുള്ളതായ സത്യമാണ് ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ പ്രധാനപ്പെട്ട രഹസ്യം എന്ന് പറയുന്നത്. മനുഷ്യർക്കെല്ലാം നൽകുന്ന ഒരു സന്ദേശം ലാളിത്യത്തിൽ കൂടി വിനയത്തിൽ കൂടി പരിമിതീകരണത്തിൽ കൂടി മാത്രമേ മറ്റുള്ളവരുടെ അഭിവൃദ്ധി ലക്ഷ്യമാക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. സർവ ചരാചരങ്ങളുടെയും സൃഷ്ടാവായ ദൈവം തൻ്റെ സൃഷ്ടിയിൽപ്പെട്ട ഒരു മനുഷ്യനായി ജനിച്ചപ്പോൾ എല്ലാ തരത്തിലുള്ളതായ വലിയ സന്നാഹങ്ങളോടുകൂടെ ആയിത്തീരുന്നതിന്, ആ ജനനം ആഘോഷിക്കപ്പെടുന്നതിന് ദൈവത്താൽ കഴിയുമായിരുന്നു. എന്നാൽ ഇതുവരെ ഒരു മനുഷ്യനും ജനിക്കുവാൻ ഇടം കിട്ടാത്തതായ ഒരു സ്ഥലത്ത് ജനിക്കുവാനാണ് കർത്താവ് പ്രീതിപ്പെട്ടത്. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് താൻ ജനിക്കുന്നത്. എന്നാൽ ലോകത്തിൻ്റെ യാതൊരു സംഭവ ബാഹുല്യത്തിലുമല്ല അത് കാണുന്നത്. നേരെ മറിച്ച് ഒരു മനുഷ്യൻ്റെയും ചിന്തയ്ക്ക് പോലും വിഷയീഭവിക്കുവാനിടയില്ലാത്തതായ അത്ര ലാളിത്യം ലോകത്തിന് നൽകുന്ന ഒരു വലിയ സന്ദേശം ലാളിത്യത്തിൽ കൂടി മനുഷ്യനെ നയിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയും. മനുഷ്യനത് ആഗ്രഹിക്കണം എന്ന് മാത്രം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് രക്ഷ നൽകുവാൻ നമുക്ക് സാധിക്കൂ. സർവചരാചരങ്ങളുടെയും നാഥനായ ദൈവം എന്തിനാണ് മനുഷ്യനായി തീർന്നത്? അതാണ് ദൈവത്തിൻ്റെ വിനയത്തിൻ്റെ മകുടമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ധനവാനായവൻ ദരിദ്രനായി, ദരിദ്രരായ നമ്മെ ധനവാന്മാരാക്കുന്നതിന്. പാപമില്ലാത്തവനായ ദൈവം പാപത്തിൽ ഉൾപ്പെട്ടതായ, വീഴ്ചയിൽ ഉൾപ്പെട്ടതായ മനുഷ്യ ശരീരം ധരിച്ചു. പാപികളെ ദൈവികരാക്കുന്നതിന്. എല്ലാ തരത്തിലും ശ്രേഷ്ഠനായിരിക്കുന്നവൻ ഏറ്റവും താഴ്മയുള്ളവനായി വന്നത് എല്ലാ തരത്തിലും അധമമായ രീതിയിൽ ജീവിച്ചതായ മനുഷ്യനെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനത്തേക്ക് ഉയർത്തുവാനാണ്. ദൈവത്തിന് കോടാനുകോടി മാലാഖമാരുടെയും സ്വർഗീയ ഗണങ്ങളുടെയും കൂട്ടത്തോടുകൂടി ഈ ലോകത്തിൽ മനുഷ്യനായി ജനിക്കുവാൻ കഴിയുമായി. എന്നാൽ തൻ്റെ മഹത്വം മുഴുവനും പരിമിതപ്പെടുത്തിക്കൊണ്ട് ചെറിയവരിൽ ചെറിയവനായി വരുവാനാണ് ദൈവം ആഗ്രഹിച്ചത്. ഇതും മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വിധാനമായി തീർന്നു. അതുമുതൽ കർത്താവിൻ്റെ പരസ്യപ്രവർത്തനങ്ങളും മരണവും ഉയർത്തെഴുന്നേൽപ്പും എല്ലാം ഈ ലാളിത്യവും വിനയവും പരിമിതീകരണവും പൂർണ്ണമായി നമുക്ക് ദർശിക്കാവുന്നതാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന, ക്രിസ്തുവിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും വലിയൊരു ദൗത്യമുണ്ട്. ലോകത്തെ ദൈവിക സത്തയിൽ ആക്കി തീർക്കുക എന്നുള്ളത്. ദൈവ സ്വരൂപത്തിലും ദൈവഛായയിലും സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യന് ഈ ലോകത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്താനുള്ള ഉത്തരവാദിത്വമാണ് ഇവ നൽകിയിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം ലാളിത്യത്തിലും വിനയത്തിലും സ്വയപരിമിതീകരണത്തിലും കൂടി മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്ന് വലുതാകാനുള്ള ആഗ്രഹവും വലിയ മനുഷ്യരാകാനുള്ളതായ ശ്രമവും സ്വയം താഴ്ത്തുന്നതിന് പകരം സ്വയം മുന്നിലാക്കി കാണിക്കുന്നതിനുമുള്ള ഒരു ശ്രമമാണ് മനുഷ്യരിൽ കാണുന്നത്. ദൈവിക സ്വഭാവം നഷ്ടപ്പെട്ട് ഇന്ന് മനുഷ്യൻ മൃഗസ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും. നിർദോഷികളായ കുഞ്ഞുങ്ങളെ കൊന്നതായ ഹെരോദാവിനെ പോലെ ഇന്ന് കുഞ്ഞുങ്ങളെ സംഹരിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ് നമ്മൾ കാണുന്നത്. ഹെരോദാക്കൾ അധികമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുമസിൻ്റെ സന്ദേശം എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും ഒരു ചിന്തയ്ക്ക് വിഷയീഭവിക്കാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് മുഴുവനും നല്ല മനുഷ്യീകരണത്തിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യീകരണത്തിൻ്റെ ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. മനുഷ്യൻ ദൈവികനായി തീരണം. മൃഗീയമായ വാസനകൾക്ക് അറുതി വരുത്തിക്കൊണ്ട് ദൈവം മനുഷ്യനായത് മനുഷ്യൻ മൃഗമായി തീരാനല്ല, ദൈവികനായി തീരാനാണ് എന്നുള്ളതായ ആ സത്യം ഒന്നുകൂടെ നമുക്ക് ഓർമ്മിക്കാം.
ദൈവം അനുഗ്രഹിക്കട്ടെ.